അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് പുതിയൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ തവണയും ഓരോ പുതിയ ഐറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ഇത്തവണ ഒരു ചേഞ്ച് ഉണ്ട്. അമനും അഫ്ലും ആണ് പുതിയൊരു പരിപാടിക്ക് പോകുന്നത്. പുതിയ പരിപാടി എന്ന് പറയാൻ പറ്റില്ല. ഇവർ ഈ മുറ്റത്തും പാടത്തും പറമ്പിലും ഒക്കെ സൈക്കിൾ ചവിട്ടി നടക്കാറില്ലേ, ആ സൈക്കിളിൻ്റെ ഒരു റേസ്. ഇവർക്ക് ഈ സൈക്കിൾ ചവിട്ട് സ്ഥിരം പരിപാടിയാണെങ്കിലും ഒരു മത്സരത്തിനായിട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അവരൊരു സൈക്കിൾ റേസിന് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ. അതും വെറും സൈക്കിൾ റേസ് അല്ല കേട്ടോ, ഒബ്സ്റ്റക്കിൾ സൈക്കിൾ റേസ്. പേര് പോലെ തന്നെ സാധാരണ ട്രാക്കിലൂടെയുള്ള സൈക്കിൾ റേസ് അല്ല കേട്ടോ. അവർ ആ ട്രാക്കിൻ്റെ അകത്തേക്ക് കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഇട്ട് കുറച്ച് ദുർഘടമാക്കി വെക്കും. അതിലൂടെ റേസ് ചെയ്ത് പോകണം. അതാണ് നമ്മുടെ ടാസ്ക്. ലാസ്റ്റ് ഡേ കുറച്ച് ഐറ്റംസ് വാങ്ങാനായി നമ്മൾ ഡെക്കാത്ലോണിൻ്റെ ഷോറൂം സന്ദർശിച്ചപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരു ആഡ് കണ്ടത്. അങ്ങനെ നമുക്കൊരു കൗതുകം തോന്നിയിട്ട് അവരുടെ ഓൺലൈനിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്താണ് കേട്ടോ. പറയാൻ വിട്ടുപോയി, ഡെക്കാത്ലോൺ ആണ് പ്രോഗ്രാം നടത്തുന്നത്. സൈക്കിൾ റേസ് എന്ന് പറഞ്ഞപ്പോൾ 24 മണിക്കൂർ ഇവർ സൈക്കിളെ ഒട്ടി നടക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആകുമെന്ന് കരുതി നമ്മൾ ഈ റേസിന് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കുട്ടികൾ പോലും ഈ കാര്യം അറിയുന്നത് കേട്ടോ. അവരതിനു വേണ്ടി പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നെങ്കിലും സൈക്കിളെ ഒട്ടല്ലേ, അത് അവർക്ക് നല്ല വശമുള്ള കാര്യമായതുകൊണ്ട് ഓക്കെ പറഞ്ഞു. പിന്നെ ഓബ്സ്റ്റക്കിൾ റേസ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പേര് പോലെ ഇച്ചിരി ടഫായിരിക്കുമെന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവരത് അറ്റൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ തന്നെ ഡെക്കാത്ലോണിലേക്ക് പോവുകയാണ് കേട്ടോ. രാവിലെയാണ് നമുക്കുള്ള സ്ലോട്ട്. 3 കാറ്റഗറിയിലായിട്ടാണ് അവർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി ചെറിയ കുട്ടികളുടെ 4 വയസ്സ് തൊട്ട് 6 വയസ്സുള്ള ഒരു കാറ്റഗറിയും, പിന്നെ 7 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെയുള്ളവർക്കൊരു കാറ്റഗറിയും, പിന്നെ 8 വയസ്സ് തൊട്ട് 13 വയസ്സുള്ളവർക്കുള്ളൊരു കാറ്റഗറി. നമ്മുടെ അമനാണെ കറക്റ്റ് 13 വയസ്സിലെത്തി നിൽക്കുകയാണ്. അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിയപ്പോൾ അമനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അമനെയും അഫ്ലുവിനെയും കൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇന്നോസിനും ഇത് പങ്കെടുക്കണമെന്നും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവന് ബാലൻസ് വീൽ ഇല്ലാതെ സൈക്കിൾ ചവിട്ടാൻ ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് അവനെ നമ്മൾ ഇത്തവണ ഒഴിവാക്കി. അങ്ങനെ നമ്മൾ റേസ് നടക്കുന്ന സ്ഥലത്തെത്തി. സ്ഥലം എന്ന് പറയുമ്പോൾ ഡെക്കാത്ലോണിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ റേസ് നടക്കുന്നത്. നമ്മുടെ കളമശ്ശേരി ഡെക്കാത്ലോണിലാണ്. നമ്മുടെ കുട്ടികൾക്കുള്ള ബിബ് നമ്പർ നമ്മൾ തലേന്ന് തന്നെ വാങ്ങിച്ചു വെച്ചതുകൊണ്ട് ആ ഒരു തിരക്കിൽ നിന്ന് നമ്മൾ ഒഴിവായി. പിന്നെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ട്രാക്ക് അവരെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിലേക്കൊന്ന് പോയി. അധികം ദൂരമൊന്നുമില്ല, വളരെ ചെറിയൊരു ട്രാക്കാണ്. പക്ഷേ ആ ട്രാക്കിൽ അവിടെ ഇവിടെ ആയിട്ട് മണ്ണൊക്കെ ഇളക്കിയിട്ടിട്ടുണ്ട് അവർ. പിന്നെ ഒരു ഓഫ് റോഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ അടുത്ത് വെള്ളമൊക്കെ കോരി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സിക്സാഗ് മോഡലിൽ ഓടിച്ച് വരാൻ പാകത്തിന് ട്രാക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു കുന്ന് പോലെ ഒരു ചെറിയ 2 വലിയൊരു, അതാണ് കുറച്ച് ടഫായിട്ട് തോന്നിയത്. വേറെ ഒന്നും അത്ര ടഫുള്ളതൊന്നുമല്ല. അത്യാവശ്യം പാടത്തും പറമ്പിലൊക്കെ സൈക്കിൾ ചവിട്ടുന്നവർക്ക് നന്നായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്കാണ് അവർ സെറ്റ് ചെയ്തിരുന്നത്. കാണുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തോന്നുമെങ്കിൽ കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ഇതൊരു റേസ് പോലെ അവർ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ ആ ഒരു മനസ്സിന് കിട്ടുന്ന ആ ഒരു മാനസികമായൊരു സന്തോഷമില്ലേ, അതാണ് കേട്ടോ എനിക്കിതിൽ വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. നമ്മുടെ അമനും അഫ്ലും ഒന്നും ഇതുവരെ ഇങ്ങനൊരു പുറത്ത് പോയൊരു മത്സരത്തിലോട്ട് പങ്കെടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്തവർക്ക് അവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല എക്സൈറ്റഡും ആയിരുന്നു. നമ്മളവിടെ പോയ സമയത്ത് ഹെൽമെറ്റ് നമ്മൾ കൊണ്ടുപോയിരുന്നു. പക്ഷേ നമുക്ക് സൈക്കിൾ അവിടെ വരെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അവർ നമുക്ക് അവിടെ നിന്ന് സൈക്കിൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. നമ്മൾ അവരുടെ സൈക്കിളിലാണ് റേസിനായിട്ട് ഇറങ്ങിയത്. നമ്മൾ ആവേശം കൊണ്ട് കുറച്ച് നേരത്തെ എത്തിയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ട്രാക്കൊക്കെ ഒന്ന് പോയി കാണാനൊക്കെ പറ്റി. പിന്നെ കുറച്ച് നേരം അവിടെ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അവർ രണ്ടുപേരും ആ സൈക്കിളൊക്കെ ഒന്ന് ഓടിച്ച് അവർക്ക് ബാലൻസൊക്കെ സെറ്റാക്കി അവരൊന്ന് ഒരു സെറ്റായിട്ടൊന്ന് വന്നു. അങ്ങനെ നമ്മുടെ മത്സരം തുടങ്ങാൻ സമയമായപ്പോഴത്തേക്കും കുറേ കണ്ടസ്റ്റൻസ് ഒക്കെ വന്നു. എല്ലാവരും ചെറിയ ചെറിയ കുട്ടികളായിരുന്നു. നമ്മുടെ ഫസ്റ്റ് 8 തൊട്ട് 13 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാറ്റഗറിക്കായിരുന്നു ഫസ്റ്റ് നടത്തിയിരുന്നത്. അപ്പോൾ നമ്മുടെ സെക്ഷൻ അതാണല്ലോ. അപ്പോൾ ആ ടൈമിൽ കുട്ടികളൊക്കെ വന്നു. എല്ലാവരും തന്നെ സൈക്ലിങ് അത്യാവശ്യം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ, എല്ലാവരുടെയും തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെന്ന് ഒരു ഐഡിയ ആർക്കും ഇല്ല. പക്ഷേ അവരത് നല്ല സപ്പോർട്ട് ചെയ്ത് കുട്ടികളുടെ ടെൻഷനൊക്കെ മാറ്റി ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ നല്ല അവർക്ക് ക്ലാസ്സുകളൊക്കെ കൊടുത്ത് അവരെല്ലാവരും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ട്രാക്കിലേക്ക് അവരെ ഇറക്കിയത് കേട്ടോ. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് അവർക്കൊരു വാമപ്പ് ഒക്കെ കൊടുത്ത് അവർക്ക് വേണ്ട സ്ട്രെച്ചിങ് എക്സസൈസുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ പ്രോഗ്രാമിലേക്ക് വിട്ടത്. പിന്നെ 1 by 1 ആയിട്ട് ഓരോരുത്തരെ ആയിട്ടാണ് വിട്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് വിടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സേഫ് 1 by 1 ആയിട്ട് വിട്ടത് തന്നെയാണ്. അതും സേഫ്റ്റിയും കൂടെ അവർ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ റൂൾ ഇത്രയേ ഉള്ളൂ. ഈ ട്രാക്ക് ഇങ്ങനെ കവർ ചെയ്ത് സൈക്കിൾ ഓടിച്ച് ഫസ്റ്റിൽ എത്തുന്ന ആൾ വിന്നർ. അത് ടൈമിൻ്റെ ബേസിലാണ്. ഇവർ എത്ര സമയം എടുത്തിട്ടാണോ ഇവരിതെടുക്കുന്നത്, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെയാണ് അവർ മത്സരം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മത്സരം തുടങ്ങാൻ സമയമായി. നമ്മൾ ആവേശം കൊണ്ട് പറഞ്ഞല്ലോ, തലേന്ന് തന്നെ പോയി ബിബ് നമ്പറൊക്കെ എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് നമുക്ക് കിട്ടിയത് ഫസ്റ്റ് 2 നമ്പറായിരുന്നു. ആദ്യമായിട്ട് അമനും പോയി, രണ്ടാമത് അഫ്ലവും പോയി. അതുകൊണ്ട് ട്രാക്ക് എങ്ങനെയാണെന്നോ എന്താണ് അതിൻ്റെ റൂളെന്നോ ഒന്നും അറിയാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷൻ അവനുണ്ടായിരുന്നു.
ഞാൻ പിന്നെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു, കാരണം ഇതൊന്നും അത്ര വലിയ സംഭവമല്ലേ, ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അതിന് വേണ്ടി മാത്രമാണല്ലോ നമ്മളിവിടെ വന്നത് എന്ന് പറഞ്ഞിട്ട് ആളെ ഒന്ന് ഓക്കെ ആക്കി വിട്ടു. അങ്ങനെ ആദ്യം അമ്മൻ പോയി. ഞാൻ പ്രതീക്ഷിച്ച അത്രയും സ്പീഡിൽ അവന് കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇതിലും നന്നായിട്ട് അവൻ നമ്മുടെ മുറ്റത്തൂടെയും പറമ്പിലൂടെയും പാടത്തൂടെയും ഒക്കെ സൈക്കിൾ ഓട്ടം തന്നെ. പക്ഷേ അവിടെ ചെന്ന ടെൻഷൻ കൊണ്ടും പിന്നെ അവൻ സ്ഥിരം ഓടിക്കുന്ന സൈക്കിളല്ലല്ലോ, അതിൻ്റെ ഒരു മാറ്റം കൊണ്ടും പിന്നെ ഇതെന്താണ് മത്സരം, ഇതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല. അങ്ങനെ ഒരു ഐഡിയയും കൂടി ഇല്ലാതിരുന്നതുകൊണ്ട് എന്തായാലും അവൻ നന്നായിട്ട് ഫിനിഷ് ചെയ്തു കേട്ടോ. നല്ല കൂളായിട്ട് എല്ലാം സെറ്റാക്കി അവൻ കവർ ചെയ്ത് വന്നു. പക്ഷേ അവൻ്റെ ബെസ്റ്റ് അവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ സാരമില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, നമുക്ക് നോക്കാം. അങ്ങനെ അവനത് ഫിനിഷ് ചെയ്തു. പുറകെ തന്നെ നമ്മുടെ അഫ്ലു ഇറങ്ങിയിട്ടുണ്ട്. അഫ്ലു എനിക്ക് തോന്നുന്നു അവനേക്കാളും കുറച്ചുകൂടെ കൂളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്ന്. അങ്ങനെ അഫ്ലുവും അത് കവർ ചെയ്തു. എന്തായാലും വളരെ സക്സസ്ഫുള്ളായിട്ട്, ഇടയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ട് അവരിത് ഓടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവർക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയെന്ന് കേട്ടോ. അപ്പോൾ നമുക്കവിടെ വന്ന എല്ലാവരുടെയും ടൈം എടുത്തിട്ട് വേണം പ്രൈസ് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞതോടുകൂടി നമ്മൾ അവിടുന്ന് പതിയെ മാറി. പിന്നെ അവിടെ കുറച്ച് സമയം കിട്ടി നിന്ന സമയത്ത് ഇന്നൂസിന് ചെറിയ സൈക്കിൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബാലൻസ് വീൽ വെച്ചിട്ടുള്ള സൈക്കിൾ. അവൻ കുറേ അധികം നേരം അവിടെ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി അവനും നല്ലൊരു രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയൊക്കെ തന്നെ ധാരാളം മതി. നമ്മൾ മക്കളെ ഒന്ന് റിഫ്രഷ് ചെയ്യുക എന്നുള്ള രീതിയിലാണല്ലോ അവിടെ വന്നിരിക്കുന്നത്. അവർക്കൊരു എക്സ്പീരിയൻസ്, അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എന്തായാലും 100% സക്സസ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മത്സരമൊക്കെ കഴിയുമ്പം അവിടുന്ന് ഒരു റിഫ്രഷ്മെൻറ്റ് സ്നാക്സൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അത് 2 പേർക്കും കിട്ടി. അതൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു റിഫ്രഷ്മെൻറ്റ് പാക്കായിരുന്നു അവർ തന്നിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു റിസൾട്ട് വൈകുന്നേരം 5:30 വരുള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നൊന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷായി വീണ്ടും ഒരു 5:30 ആയപ്പോഴത്തേക്കും നമ്മളവിടെ പോയി. ഡെക്കാത്ലോണിൽ കയറി കഴിഞ്ഞാൽ അത് വേറൊരു ലോകം തന്നെയാണ് കേട്ടോ. അത് ഡെക്കാത്ലോണിൽ പോകുന്നവർക്കറിയാം, വലിയവർക്കോ കൊച്ചു കുട്ടികൾക്കോ ഒന്നും ഒരു വ്യത്യാസമില്ലാണ്ട് അവിടെയുള്ള എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. കുട്ടികൾക്കാണെങ്കിൽ പാർക്കിൽ കൊണ്ടുവിടുന്നതിൽ സന്തോഷമാണ് ജസ്റ്റ് ഒന്ന് ഡെക്കാത്ലോൺ ഷോറൂം വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആവശ്യം കൊണ്ട് വീണ്ടും കുറച്ചധികം നേരത്തെ എത്തിയത് കൊണ്ട് നമുക്ക് കുറേ സമയം ഷോപ്പിങ്ങിനായിട്ട് കിട്ടി. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നും നമ്മൾ വാങ്ങിച്ചില്ല, പക്ഷേ നമുക്കവിടെ റിസൾട്ട് അറിയാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റും മെഡലും വാങ്ങിക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഡെക്കാത്ലോണിൽ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികളും വലിയവരും എല്ലാം ഒരേ കണക്കിനായി പോകുമെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ളൊരു സാധനം അവിടെ ട്രയലിന് വെച്ചിരിക്കുന്ന സൈക്കിൾ തന്നെയാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇക്കായി ഞാനും കുട്ടികളും ഒക്കെ കണക്കാണ്. എല്ലാവരും അത്യാവശ്യം നല്ല സൈക്കിളുകളൊക്കെ ട്രയൽ ചെയ്ത് നോക്കും കേട്ടോ. അത്രയും ബജറ്റിലുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാനുള്ളൊരു ഭാഗ്യമെങ്കിലും അവരവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും കുറച്ചധികം സമയം അവിടെ പോയത് നമ്മൾ അറിഞ്ഞതേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ റേസിൻ്റെ റിസൾട്ട് വരാറായി. ഫസ്റ്റ് സെക്കൻഡൊന്നും നമുക്ക് കിട്ടിയില്ല, എന്നാലും ഫിനിഷർ എന്ന രീതിയിൽ നമുക്ക് മെഡലും സർട്ടിഫിക്കറ്റും അവർ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നല്ല രീതിയിലൊരു പ്രോഗ്രാമായിരുന്നു അവർ കണ്ടക്ട് ചെയ്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പറ്റി. സമ്മാനം കിട്ടുക എന്നതിനേക്കാൾ ഉപരി അവരുടെ പേടിയെ മാറ്റി നിർത്താൻ അവർക്കൊരു എക്സ്പീരിയൻസ് ആയി. കാരണം സ്റ്റേജ് ഫിയർ, സോഷ്യൽ ഫിയർ ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ കോമ്പറ്റീഷനുകളിലേക്ക് പങ്കെടുക്കുമ്പോൾ അവരുടെ ആ ഒരു സോഷ്യൽ ഫിയറും ആ ഒരു മത്സരങ്ങളിലേക്കുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം അവർ ഭയങ്കര ഫ്രീ ആയി ഒന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ. ഇനിയും കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് അവരെത്തി. ഇങ്ങനെ ഒരു അവസരം കുട്ടികൾക്ക് നൽകിയ ഡെക്കാത്ലോൺ കളമശ്ശേരിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. വളരെ ഡിസിപ്ലിനോട് കൂടി അവർ നല്ല രീതിയിൽ അത് കണ്ടക്ട് ചെയ്തു എന്നുള്ളതാണ് വളരെ പോസിറ്റീവ് വശമാണ്. പിന്നെ ഡെക്കാത്ലോണിനെ കുറിച്ച് കൂടുതൽ ആരോടും പറയേണ്ട ആവശ്യമില്ല. അവരുടെ എല്ലാ പ്രോഗ്രാമും വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും. നല്ല അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്തത്. ഇനിയും ഇതുപോലത്തെ പരിപാടികൾ ഇനിയും കൂടുതൽ വരട്ടെ, കുട്ടികൾക്കും പാരൻസിനും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇനിയും ഉണ്ടാവട്ടെ. അതിലൊക്കെ ഞങ്ങൾക്ക് ഇനിയും പോയി പങ്കെടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു സൈക്കിൾ റേസിൻ്റെ സ്റ്റോറി ഇവിടെ തീരുകയാണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും വേറൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.